So hi students, welcome to Exam by Learning. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എംസാറ്റ് ഓർ ലീപ്പ് എക്സാംസിൻ്റെ നമ്മുടെ ക്ലാസ് 10ലെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കറിയാം നമ്മുടെ ഫിസിക്സിൽ നമുക്ക് വളരെ കുറച്ച് ടോപ്പിക്സേ നമ്മുടെ എക്സാംസിന് വരാറുള്ളൂ. സോ അതിൽ നമുക്ക് എന്താണ്, നമുക്ക് ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അറ്റ്മോസ്ഫിയർ ലൈറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ തിയറി നമുക്ക് കൂടെ തന്നെ പറഞ്ഞു പോകാം. സോ അതുപോലെ തന്നെ നമ്മുടെ എംസാറ്റ് ലീപ്പ് എക്സാംസിനൊക്കെ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് എന്താണ് സ്ട്രാറ്റജി അല്ലെങ്കിൽ എക്സാംസ് അതുപോലെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ആൻഡ് നന്നായിട്ട് തന്നെ നമ്മുടെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാം. നമുക്ക് കുറച്ച് ദിവസം കൂടി നമ്മൾ എക്സാംസിനുള്ളൂ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടൈം കളയുന്നില്ല, നമുക്ക് ലൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. സോ ഞാൻ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലെറ്റ്സ് സീ എന്താ പറയുന്നത്. ദ ബ്ലൂ കളർ ഓഫ് ലൈറ്റ് ഈസ് ഡ്യൂ ടു, അതായത് നമ്മളുടെ ദ ബ്ലൂ കളർ ഓഫ് സ്കൈ ഈസ് ഡ്യൂ ടു, നമ്മുടെ സ്കൈ നമുക്കറിയാം എന്താണ് ബ്ലൂയിഷ് കളറിലാണ് നമ്മൾ കാണുന്നത്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കളറിൽ കാണുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, ബ്ലൂ കളർ ഓഫ് സ്കൈ. സോ നമുക്കറിയാം ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ റിഫ്രാക്ഷൻ, പോളറൈസേഷൻ, റിഫ്ലക്ഷൻ, സ്കാറ്ററിങ് എന്നുള്ള ഓപ്ഷൻസ് ആണെന്നുള്ളത്. സോ നമ്മൾ ജനറലി നമ്മൾ എന്താണ് കുറേ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബ്ലൂ കളർ ഓഫ് സ്കൈ വരുന്നത് സ്കാറ്ററിങ് കൊണ്ടാണ്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. സോ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം ഒരുപാട് മോളിക്യൂൾസ്, ഒരുപാട് എയർ പാർട്ടിക്കിൾസ്, ഡിഫറെൻറ്റ് ഗ്യാസസ് ഒക്കെ ഉണ്ട്. സോ നമ്മളുടെ സൺലൈറ്റ് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ, സോ ഒരു വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. സോ ഞാനിവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ സൺലൈറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിൽ നമ്മളുടെ വേവ് ലെങ്ത് കുറവുള്ള അല്ലെങ്കിൽ നമ്മുടെ വേവ് ലെങ്ത് കുറവുള്ള നമ്മുടെ ബ്ലൂ കളേഴ്സ് അല്ലെങ്കിൽ എന്താണ് വയലറ്റ്, ഇൻഡിഗോ ബ്ലൂവിൽ ബ്ലൂയിഷ് കളറാണ് കൂടുതലും സ്കാറ്റേർഡ് ആവുന്നത്. സോ നമ്മുടെ റെഡ് ലൈറ്റ് അതുപോലെ നമ്മുടെ യെല്ലോ ലൈറ്റ് ഒക്കെ നമുക്ക് നേരിട്ട് വരുന്നത് പോലെ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ബ്ലൂ കളറിലുള്ള ലൈറ്റ് എന്താ സംഭവിക്കുന്നത്, ഇവിടെ തട്ടി പല സൈഡിലേക്ക് സ്കാറ്റർ ചെയ്യുന്നു. സോ പല സൈഡിൽ നിന്ന് സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റ് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്താ തോന്നുക, നമുക്ക് ബ്ലൂയിഷ് കളറിലാണ് തോന്നുക. വിച്ച് മീൻസ് നമ്മുടെ ആൻസർ എന്താണ്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് കൊണ്ടാണ് നമ്മുടെ ബ്ലൂ കളർ ഓഫ് സ്കൈ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഔട്ടർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് ചുറ്റും ബ്ലൂ കളർ കാണാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെ ഒന്നും സ്കാറ്റർ ചെയ്യാൻ എന്താണ് ഗ്യാസോ അറ്റ്മോസ്ഫിയറോ ഒന്നുമില്ല. സിമിലർലി നമ്മുടെ മൂണിൻ്റെ അറ്റ്മോസ്ഫിയർ ഏത് കളറാണ് നമുക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മൂണിൻ്റെ അറ്റ്മോസ്ഫിയറിൽ എന്ത് കളറിലായിരിക്കുന്നു. സോ നമുക്കറിയാം മൂണിൽ എന്തില്ല, അറ്റ്മോസ്ഫിയർ ഇല്ല. അപ്പോൾ മൂണിൻ്റെ സ്കൈ എന്ത് കളറിലായിരിക്കും, മൂണിൻ്റെ സ്കൈ ബ്ലാക്ക് കളറിൽ തന്നെ ആയിരിക്കും. കാരണം എന്താണ്, മൂണിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല. സോ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കാണാം, മറ്റ് സൈഡിലൊന്നും നമുക്ക് എന്തില്ല, ലൈറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഈസ് ഇറ്റ് റിയലി ട്രൂ ഓർ മിത്ത് ദാറ്റ് സ്റ്റാർസ് അപ്പിയർ ഹയർ ദാൻ ദേ ആക്ച്വലി ആർ? ഇഫ് യെസ്, then which phenomenon is responsible for it? സോ വീണ്ടും നമ്മളെന്താണ്, നമ്മൾ അറ്റ്മോസ്ഫിയർ റിലേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ സ്കൈ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എർത്തിൽ നിൽക്കുകയാണ് ആൻഡ് നമ്മുടെ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടൊരു സ്റ്റാർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ സ്റ്റാറിൽ നിന്ന് ലൈറ്റ് നമുക്കുള്ള അടുത്തേക്ക് വരുന്നുണ്ട്. സോ നമ്മൾ പഠിച്ചിട്ട് എന്താണ്, സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്വിങ്കിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഹയർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സോ വീണ്ടും നമ്മളെന്താണ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ എടുക്കുകയാണ്. നമ്മുടെ എർത്തിന് ചുറ്റും എന്താണ് ഒരു ഏരിയയിൽ അറ്റ്മോസ്ഫിയർ ഉണ്ട്. സോ ഈ അറ്റ്മോസ്ഫിയറിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ നടക്കുന്നു. സോ അറ്റ്മോസ്ഫിയറിൻ്റെ പല ലെയറുകൾക്കും പല ഡെൻസിറ്റീസ് ആണ്, പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, പല ടെമ്പറേച്ചർ ആണ്, അതായത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. സോ ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അവ. സോ നമുക്കറിയാം എന്താണ്, ഡിഫറെൻറ്റ് പൊസിഷൻസിൽ പല ഡയറക്ഷനിൽ എന്ത് ചെയ്യും, അവ റിഫ്രാക്റ്റ് ചെയ്യും. സോ ആക്ച്വലി ഇവിടെ നിന്ന് വരുന്ന ഒരു റേ ഓഫ് ലൈറ്റിനെ ഇവിടെ റിഫ്രാക്ട് ചെയ്ത് നമ്മൾ ചിലപ്പോൾ എന്താണ് വേറൊരു പൊസിഷനിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. സോ അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന സ്റ്റാർസിൻ്റെ ആക്ച്വൽ പൊസിഷനിലായിരിക്കില്ല നമ്മൾ കാണുന്നതെന്ന് പറയുന്നത്. സിമിലർലി നമ്മൾ ഇടയ്ക്ക് എന്ത് വരും, സ്റ്റാർസ് ഇങ്ങനെ ട്വിങ്കിൾ ചെയ്യുന്ന പോലെ, അതായത് ഇങ്ങനെ മിന്നി കത്തുന്ന പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്, ഈ വരുന്ന ലൈറ്റ് പ്രോപ്പറായിട്ട് നമ്മുടെ കണ്ണിലെത്തുന്നില്ലെങ്കിൽ, എല്ലാ മൊമെൻറ്റിലുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് ട്വിങ്കിൾ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ആക്ച്വലി സ്റ്റാർ ഒരു പൊസിഷനിലാണ്, അവിടുന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് എല്ലാ മൊമെൻറ്റിലും നമ്മൾ റേസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയർ കാരണമാണ്, അറ്റ്മോസ്ഫിയറിലെ റിഫ്രാക്ഷൻ കാരണമാണ് ട്വിങ്കിൾ ചെയ്യുന്ന പോലെ തോന്നുന്നത്. പ്ലസ് നമ്മളുടെ എന്താണ് സ്റ്റാർസ് ഒരു ഹയർ പൊസിഷനായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. സോ ആൻസർ ഇസ് യെസ്, അറ്റ്മോസ്ഫറിക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. വെറും റിഫ്രാക്ഷൻ എഴുതിയാൽ പോരാ,
കറക്റ്റ് ആയിട്ടുള്ള നമ്മളെപ്പോഴും 4 ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ മാർക്ക് ചെയ്യണം. സോ ആൻസർ ഇസ് യെസ്, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. യെസ്, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. പിക്ക് ദ റോങ്സ് ആൻസർ ഇൻ ദ കോണ്ടെക്സ്റ്റ് വിത്ത് റെയിൻബോ. സോ റെയിൻബോ റിലേറ്റഡ് ആയിട്ടുള്ള റോങ് ആയിട്ടുള്ള ആൻസർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, റെയിൻബോ ഈസ് കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ഡിസ്പേർഷൻ, റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, സൺലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് സൺലൈറ്റ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ റെയിൻബോ ഫോർമേഷനിൽ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ് എടുത്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിലൂടെ വരുന്ന ലൈറ്റ്, വൈറ്റ് ലൈറ്റ്, ഞാനിവിടെ യെല്ലോ കളറിൽ മാർക്ക് ചെയ്യാൻ വിചാരിക്കാം. വൈറ്റ് ലൈറ്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്പേർഷനും റിഫ്രാക്ഷനും നടക്കുന്നുണ്ട്. റെഡ്, ബ്ലൂ, അതുപോലെ ഗ്രീൻ, എല്ലാ ലൈറ്റ് റേസും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പേർഷനും നടക്കുന്നുണ്ട്, റിഫ്രാക്ഷനും നടക്കുന്നുണ്ട്. സോ മീഡിയം ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് റിഫ്രാക്ഷൻ നടക്കുന്നു. വൈറ്റ് ലൈറ്റിൽ 7 കമ്പോണൻസ് ഉള്ളതുകൊണ്ട് അവയൊക്കെ എന്ത് ചെയ്യുന്നു, ഡിസ്പേഴ്സ് ചെയ്യുന്നു. ദെൻ ഇതൊക്കെ ഇവിടെ തട്ടി തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വീണ്ടും റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റെയിൻബോ കാണുന്നത്. സോ നമ്മുടെ റെയിൻബോയിൽ എന്തൊക്കെയുണ്ട്, ഡിസ്പേർഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ ഉണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട്. ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ TIR എന്ന് നമ്മൾ പറയും. സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്, കറക്റ്റ് ആണ് അല്ലേ, അതായത് ഇൻകറക്റ്റ്, റോങ് ആൻസർ ആണ് ചോദിച്ചത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. സെക്കൻഡ് വൺ നോക്കാം. When the light rays undergo 2 internal reflections in water drop, a second rainbow is formed. So generally നമ്മളുടെ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റിൽ നമുക്കറിയാം റിഫ്രാക്ഷൻ നടന്ന് ഒരു റിഫ്ലക്ഷൻ നടന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നമുക്കൊരു റെയിൻബോ കാണാൻ പറ്റും. പക്ഷേ 2 റിഫ്ലക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ വീണ്ടും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ കാണുന്ന റെയിൻബോനെ നമ്മൾ എന്താ പറയുക, സെക്കൻഡറി റെയിൻബോ എന്നാണ് പറയുക. സോ ഒരു സിംഗിൾ റിഫ്ലക്ഷനുകളാണ് ഞാൻ ബ്ലാക്ക് കളറിൽ വരച്ചത്. സോ ഇങ്ങനെ നമുക്ക് 2 റിഫ്ലക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, അതിനെ സെക്കൻഡറി റെയിൻബോ എന്ന് പറയും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതുപോലെ ഓർഡർ ഓഫ് കളേഴ്സ് ഇസ് റിവേഴ്സ്ഡ് ഇൻ ദ സെക്കൻഡറി റെയിൻബോ, അതും കറക്റ്റ് ആണ്. നമ്മുടെ സെക്കൻഡ് റിഫ്ലക്ഷനോട് കഴിയുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നതിൽ റിവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിലായിരിക്കും നമ്മുടെ സെക്കൻഡറി റെയിൻബോ കാണുക. സോ പ്രൈമറി റെയിൻബോയിൽ നമുക്ക് എന്താണ്, റെഡ്, വയലറ്റ്, ഈ ഓർഡേഴ്സിൽ നമുക്ക് കളേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡറി റെയിൻബോയിൽ എന്താ സംഭവിക്കുക, നേരെ തിരിച്ചുള്ള ഓർഡറിലാണ് കാണാൻ പറ്റുക. അടുത്ത ഓപ്ഷൻ ഡി നോക്കാം. ഇപ്പം ഓൾറെഡി നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. പക്ഷേ നമുക്ക് അതും കൂടെ ചെക്ക് ചെയ്യാം. ആൻ ഒബ്സർവർ ക്യാൻ സീ റെയിൻബോ വെൻ ഹിസ് ഫ്രണ്ട് ഇസ് ടുവാർഡ്സ് ദ സൺ. സോ നമ്മൾ സൂര്യന് നേരെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് റെയിൻബോ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെയാണ്, യെസ്, ഇപ്പോൾ നമ്മളുടെ സൺ ഇവിടെ ഉണ്ട്, ഓക്കെ, ആൻഡ് സണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ട്, നമ്മുടെ റെയിൻ അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. യെസ്, സോ ഇങ്ങനെ ഒരു കേസിൽ നമ്മളിവിടെ നടുക്ക് നിൽക്കാമെന്ന് വിചാരിക്കുക. സോ നമുക്ക് എങ്ങനെയാണ് റെയിൻബോ കാണാൻ പറ്റുക, നമ്മുടെ സണ്ണിൽ നിന്ന് ലൈറ്റ് റേസ് വാട്ടർ ഡ്രോപ്ലെറ്റ്സിലേക്ക് വരുന്നു, അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത്, അതായത് റിഫ്രാക്ഷനും ഡിസ്പേർഷനും റിഫ്ലക്ഷനും ഒക്കെ കഴിഞ്ഞ് വരുന്ന റെയിൻബോ നമുക്ക് ഈ ഡയറക്ഷനിലാണ് കാണാൻ പറ്റുക. അപ്പോൾ എപ്പോഴും നമുക്ക് സണ്ണിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റെയിൻബോ കാണാൻ പറ്റുക. അതുപോലെ തന്നെ രാവിലെ, പകലും, അതുപോലെ ഈവനിങ്ങും, അതായത് മോർണിംഗ് ഈവനിങ് ടൈമിലായിരിക്കും നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് കാണാൻ പറ്റുക, റെയിൻബോ കാണാൻ പറ്റുക. കാരണം നമ്മുടെ നേരെ പിന്നിലായിരിക്കും സൺ. സോ നമ്മൾ ഈസ്റ്റിൽ സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ നമുക്ക് വെസ്റ്റിൽ രാവിലെ റെയിൻബോ കാണാൻ പറ്റും. ഇനി വെസ്റ്റിൽ അസ്തമിക്കുന്ന സമയത്തോ നമുക്ക് നേരെ ഈസ്റ്റ് ഡയറക്ഷനിൽ നോക്കി എന്ത് കാണാൻ പറ്റും, റെയിൻബോ കാണാൻ പറ്റും. അവിടെ റെയിൻ വേണം, സൺ വേണം, ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം, നമ്മൾ ഇതിൻ്റെ നടുക്ക് ഉണ്ടാവുകയാണ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. സോ ആൻ ഒബ്സർവർ ക്യാൻ സീ റെയിൻബോ ഈസ് വെൻ ഹിസ് ഫ്രണ്ട് ഈസ് ടുവാർഡ്സ് ദ സൺ. സോ ഇയാൾ ഇങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നതെങ്കിൽ, സണ്ണിൻ്റെ ഡയറക്ഷനാണ് നോക്കി നിൽക്കുന്നതെങ്കിൽ എന്ത് കാണാൻ പറ്റില്ല, റെയിൻബോ കാണാൻ പറ്റില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, അതായത് ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ആൻ അണ്ടർ വാട്ടർ സ്വിമ്മർ കനോട്ട് സീ വെരി ക്ലിയർലി ഈവൻ ഇൻ ആബ്സല്യൂട്ട് ക്ലിയർ വാട്ടർ. സോ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ നമ്മളെന്താണ് കണ്ണ് തുറന്നു നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത്. എങ്ങനെയാണ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അണ്ടർ വാട്ടർ സ്വിമ്മർ കനോട്ട് സീ വെരി ക്ലിയർലി ബിക്കോസ്, അതിൻ്റെ റീസൺ ആണ് ചോദിച്ചത്. ഓക്കെ, സോ നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിലാണെന്ന് വിചാരിക്കാം. യെസ്, നമ്മളൊരു അണ്ടർ വാട്ടറിൽ നിൽക്കുകയാണ്. ആൻഡ് എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ, റിഡക്ഷൻ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ, ചേഞ്ച് ഇൻ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ. 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. സോ വെരി ക്ലിയർ വാട്ടർ ആണ്, സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല. എന്താണ് അതിൻ്റെ റീസൺ നോക്കിയാൽ, നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഐ ബോളിന് ചുറ്റുമുള്ള മീഡിയം ചേഞ്ച് ചെയ്തു. ഇപ്പം നമ്മളുടെ എയറിൽ, നമ്മൾ എന്താണ് സർഫസിൽ നമ്മൾ നിൽക്കുക, നമ്മുടെ ചുറ്റും എയർ ആണ് എന്തുള്ളത്, നമ്മുടെ മീഡിയം ആയിട്ടുള്ളത്. സോ എയറിൽ നമ്മളുടെ കണ്ണിന് എന്ത് ഫോക്കൽ ലെങ്ത് ഉണ്ടോ ആ ഫോക്കൽ ലെങ്ത് ആയിരിക്കില്ല നമ്മൾ എവിടെ നിൽക്കുമ്പം,
നമ്മളുടെ വാട്ടറിൽ നിൽക്കുമ്പോൾ. ഇനി വാട്ടറിൻ്റെ ഫോക്കൽ ലെങ്ത് കുറച്ചും കൂടെ ചേഞ്ച് ചെയ്ത് നമ്മളുടെ കണ്ണിൻ്റെ അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് വിചാരിക്കുക. നമ്മുടെ വാട്ടറിൻ്റെ ഫോക്കൽ ലെങ്ത് നമ്മുടെ കണ്ണിൻ്റെ അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ നമ്മുടെ ഐബോളും വാട്ടറും ഒക്കെ ഒരേ മീഡിയം ആയല്ലേ, വിച്ച് മീൻസ് അവിടെ റിഫ്രാക്ഷനേ സംഭവിക്കില്ല. അതായത് നമ്മുടെ ലെൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫോക്കൽ ലെങ്ത്തിന് എന്ത് വരുന്നു, ചേഞ്ച് വരുന്നു. സോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് റെറ്റിനയിൽ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാണാൻ പറ്റത്, ക്ലിയർ വാട്ടർ ആണെങ്കിലും നമുക്ക് താഴെ വെള്ളത്തിൻ്റെ താഴെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഒബ്ജക്ട്സിനെയും മറ്റും കാണാൻ പറ്റാത്തത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ചേഞ്ച് ഇൻ ഫോക്കൽ ലെങ്ത് ഓഫ് ഐ ലെൻസ്. ഓക്കെ, സോ നമ്മുടെ ഐ ലെൻസിന് ചുറ്റുമുള്ള മീഡിയത്തിനും കൂടെ ബാധിക്കും എന്താ, നമ്മുടെ ഫോക്കൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ടു ഒബ്സർവ് ടിൻഡൽ എഫക്റ്റ് വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് സ്കാറ്ററർ? സോ ടിൻഡൽ എഫക്റ്റ് എന്താണെന്ന് ആലോചിക്കാം. ഇപ്പം നമ്മളൊരു കൊളോയിഡ് എടുത്തു. യെസ്, ഒരു കൊളോയിഡിലൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ എന്തുണ്ട്, ഇതിവിടെ പല ഡയറക്ഷൻസിലും തട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മുഴുവൻ നമ്മുടെ ലൈറ്റ് സ്കാറ്റർ ചെയ്ത പോലെ കാണാൻ പറ്റും. സോ ഇതിനെയാണ് നമ്മൾ ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുക. സോ ഈ ടിൻഡൽ എഫക്റ്റിൻ്റെ കണ്ടീഷനാണ് ചോദിച്ചിട്ടുള്ളത്. ദ സ്കാറ്ററിൻ്റെ സൈസ്. സ്കാറ്ററർ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കാറ്റർ ചെയ്യുന്ന ആളല്ലേ. നമ്മുടെ ടിൻഡൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊളോയിഡിലുള്ള മെറ്റീരിയൽസ് ആണ് എന്ത്, അവിടുത്തെ സ്കാറ്ററർ. സോ സ്കാറ്ററിൻ്റെ സൈസ് എന്തായിരിക്കണം, ഈക്വൽ ടു വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, സ്മോളർ ദാൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, ഗ്രേറ്റർ ദാൻ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, നോ എഫക്ട് ഓഫ് സൈസ് ഓഫ് സ്കാറ്ററർ. സോ ഇവിടെ മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസറാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മുടെ സ്കാറ്ററർ അതായത് നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് നമ്മുടെ വേവ് ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇവിടെ സ്കാറ്ററിങ് സംഭവിക്കുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, കുറവാവരുത് എന്നുള്ളതാണ് കണ്ടീഷൻ. സോ ഈക്വൽ ടു എന്നുള്ളതല്ല, നമുക്ക് മോസ്റ്റ് ആക്യുറേറ്റ് ആണ് നമുക്ക് എന്ത് പറയാം, ഗ്രേറ്റർ ദാൻ ദ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. സോ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കണം നമ്മുടെ സ്കാറ്ററിൻ്റെ സൈസ്. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, ടിൻഡൽ എഫക്റ്റ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്, ആൻസർ ഇസ് ഓപ്ഷൻ സി. സോ ഇതുപോലെ നമ്മുടെ എംസാറ്റ് ആൻഡ് ഡീപ്പ് എക്സാംസ് ഒക്കെ നമ്മുടെ മുന്നോട്ട് വരികയാണ്. അതിനുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും വീഡിയോസും എക്സാംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതുപോലെ ഈ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത വീഡിയോസും അടുത്ത ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു.